ഭാഗ്യ എന്റെ കൊച്ചു കൂട്ടുകാരി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഫാക്ടറി നിർമ്മിച്ചത്. ആ പശ്ചാത്തലത്തിൽ അവർക്ക് സ്ഥിരമായ നിയമനം നൽകുക എന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വം കല്യാണം എന്ന കേരളത്തിന്റെ പ്രകൃതി. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറി ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും നന്നായി ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കാലിത്തീറ്റം നൽകുന്നതിലൂടെ പശുക്കളിൽ നിന്ന് ദീർഘനാൾ പാലുൽപാദനം ലഭിക്കുന്നു. ശരിയായ പോഷകം നൽകുന്നതിലൂടെ പശുക്കളുടെ ആരോഗ്യവും പ്രത്യുൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. എന്ന് പറയുമ്പോൾ വിശ്വാസം, അത് കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റയ്ക്കാണ്. അത് ആ വിശ്വാസം നിലനിർത്താൻ ഈ കമ്പനി മാനേജ്മെന്റിന്, സർക്കാരിന്, തൊഴിലാളികൾക്ക്, ഇവിടുത്തെ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എത്ര ഉൽപ്പാദിപ്പിച്ചാലും ഇത് വാങ്ങിക്കാൻ ക്ഷീരകർഷകർ തയ്യാറായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ തൊഴിലാളികൾക്ക് നിയമവിധേയമായി ഫാക്ടറി നിയമപ്രകാരം കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കണം എന്ന് പറയുകയാണ്. ഇപ്പം വലിയ സന്തോഷമാണ് നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിസഭ നമ്മുടെ കേരള ഫീഡ്സിൻ്റെ 25 തൊഴിലാളികൾക്ക് നിയമന ഉത്തരവ് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ, അത് സാങ്ഷൻ ചെയ്തപ്പോൾ ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കതിൽ വലിയ സന്തോഷമാണ് തോന്നിയത്. പങ്കെടുക്കുകയും അവരുടെ കാര്യങ്ങൾ അവർ തുറന്നു പറയുകയും നമ്മുടെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ ആ നിർദ്ദേശത്തെ അനുകൂലിക്കുവാൻ ഇത്തരത്തിൽ 30 തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ 25 പേരും തയ്യാറായി വന്ന ഒരു സാഹചര്യം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഞാൻ അങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് ഒന്ന് തോന്നുന്നത്, നമ്മുടെ കഴിഞ്ഞ മകേഷിന് തൊട്ട് മുമ്പുള്ള MLA എന്ന നിലയ്ക്ക് സഖാവ് രാമചന്ദ്രൻ ഇതിനകത്ത് എന്നും വിളിക്കുമെന്ന, മിക്കവാറും വിളിക്കും കേരള ഫീഡ്സ്. ആ കേരള ഫീഡ്സ് തകർന്നു പോയാൽ കേരളത്തിലെ ക്ഷീര കർഷകരുടെ പശുക്കൾ പട്ടിണിയിലാകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ആവശ്യമായ മുഴുവൻ തീറ്റയും ഉൽപ്പാദിപ്പിക്കുവാൻ കേരള ഫീഡ്സിന് കഴിയാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മിൽമയുടെ കുറേയധികം തീറ്റ ഇറങ്ങുന്നുണ്ട്, കേരള ഫീഡ്സിൻ്റെ തീറ്റയുമുണ്ട്. പക്ഷേ 2 തീറ്റയും കൂടെ ഞങ്ങൾ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഏകദേശം പകുതിയോളം കേരളത്തിലെ പശുക്കൾക്ക് ആവശ്യമായ പകുതി തീറ്റ മാത്രമേ ഈ 2 പേരെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. ബാക്കി പശുക്കൾ മരണപ്പെട്ടു, ഒന്നും തന്നില്ല. നമ്മളത് പരിശോധിച്ചു. അവർക്ക് താക്കീതില്ല, കാരണം അവരെ ശിക്ഷിക്കുവാൻ അധികാരമില്ല. പശുക്കളെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുവാൻ പറ്റുന്നില്ല. നിയമന അനുമതി കൊടുക്കുമ്പോൾ അതിൽ ഒരാൾ മരിച്ചുപോയി എന്നുള്ളതാണ് കേട്ടത്. ആരാണ്? സുധീറ മരിച്ചു പോയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ആ കുടുംബത്തെയും എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അച്ചു മോഹൻ, അച്ചു മോഹൻ, സജു എസ്, എനിക്കറിയാൻ കഴിയും. തീർച്ചയായും